ഹലോ, വീണ്ടും വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കേരള PSC റീസെൻ്റ് ആയിട്ട് PWD ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികയിലുള്ളവർക്കായിരുന്നു ഈ എക്സാം നടത്തിയിരുന്നത്. 10 പേരടങ്ങുന്ന ഒരു ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്നത് ഹനാൻസിയാണ്. ഹനാനെ പറ്റി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഹനാൻ M.Tech ഗ്രാജുവേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഹനാൻ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉയർന്ന തസ്തികകൾക്കും സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയ്ക്കും വേണ്ടി മത്സരിക്കാനായിരുന്നു നമ്മളോടൊപ്പം പ്രിപ്പറേഷന് ജോയിൻ ചെയ്തത്. അപ്പോൾ 1.5 വർഷക്കാലമായിട്ട് ഈ പ്രിപ്പറേഷൻ ജോലിയോടൊപ്പം ഹനാൻ നടത്തി വരികയായിരുന്നു. ഇപ്പോൾ വലിയ എഫോർട്ട് ഹനാൻ നിരന്തരമായിട്ടിരുന്നു ഈ എക്സാമിനൊക്കെ വേണ്ടി ജോലിയോടൊപ്പം. അപ്പോൾ ആ വലിയ എഫോർട്ടുകളാണ് ഇതേപോലൊരു ഉന്നത വിജയം ഹനാന് നേടാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, നമ്മുടെ അക്കാഡമിക്സ് മീറ്റിങ്ങിലെല്ലാം ഇവരുടെ മെൻറ്ററായിട്ടിരുന്ന ലക്ഷ്മി മിസ് ഹനാൻ്റെ കാര്യം സെപ്പറേറ്റ് എടുത്ത് പറയാറുണ്ടായിരുന്നു. ക്ലാസ്സുകളെല്ലാം ടൈംലി ലെക്ചേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റുകളിലും മോഡൽ ടെക്സ്റ്റുകളിലും എല്ലാം കൺസിസ്റ്റൻറ്റ് പെർഫോമറായിരുന്നു. ആദ്യ 3-4 റാങ്കുകളിലുള്ളിൽ ഹന എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടം പിടിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം തന്നെ വലിയൊരു വിജയം ഇതേപോലെ ഹനാന് എക്സാം എഴുതി ആവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു വലിയ വിശ്വാസം നമ്മൾക്കുണ്ടായിരുന്നു. എന്തായാലും അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ആശംസകളും ഹനാന് നേരുകയാണ്. ഒപ്പം ഹനാന് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിയ നമ്മുടെ മെൻറ്ററായിട്ടിരുന്ന ലക്ഷ്മി മിസ്, ഫാക്കൽറ്റീസ് ആയിരുന്ന ശ്രീകല മിസ്, ലക്ഷ്മി മിസ്, പ്രശാന്ത് സാർ, നിഖിൽ സാർ, അരവിന്ദ് സാർ, ഇവർക്കെല്ലാവരോടും ഏണസ്റ്റ് അക്കാഡമിയുടെ പേരിലും ഹനാൻ്റെ പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇപ്പോൾ കുറേ അധികം വീഡിയോ ഇതേപോലുള്ള സക്സസ് സ്റ്റോറീസ് 2024 സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ വരെ ഞാൻ തന്നെ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കുറേ അധികം റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, അതേപോലെ കുറേ അധികം റാങ്ക് ലിസ്റ്റിൽ ഒരു വലിയൊരു ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ഇത് വലിയൊരു പ്രചോദനമാണ്. കാരണം പല തരത്തിലുള്ള വിജയങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉയർന്ന പോസ്റ്റിന് വേണ്ടി മത്സരിക്കുമ്പോൾ തന്നെ ജോലിയോടൊപ്പം ഫസ്റ്റ് റാങ്ക് നേടിയ ഹനാൻ. അതേപോലെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തത് UAE നിന്നും ആ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം 2008 പഠിച്ചിറങ്ങിയിട്ട് 2021 എഴുതിയ എക്സാമിന് 4ാം റാങ്ക് നേടിയ ആദ്യ എക്സാം, ഇത്രയും വലിയൊരു ഗ്യാപ്പിന് ശേഷം ആദ്യ എക്സാമിൽ 4ാം റാങ്ക് നേടിയ തുളസിയുടെ സക്സസ് സ്റ്റോറി. അതേപോലെ റീസെൻ്റായിട്ട് പാസ് ഔട്ടായിട്ട് ഫസ്റ്റ് റാങ്ക് നേടിയ സാദിഖിൻ്റെ ഫസ്റ്റ് റാങ്ക് ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെ. അപ്പോൾ പല തരത്തിലുള്ള ആളുകൾ ഒരു വലിയ കാലയളവിന് ശേഷം ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഫസ്റ്റ് PSC എക്സാമിൽ വലിയ വിജയം നേടുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഉയർന്ന തസ്തികൾക്ക് വേണ്ടി മത്സരിക്കുന്ന ആൾ ഫസ്റ്റ് റാങ്ക് നേടുന്നു. റീസെൻ്റായിട്ട് പാസ് ഔട്ടായിട്ട് ഒരു ആദ്യ PSCയിൽ തന്നെ ഫസ്റ്റ് റാങ്ക് നേടുന്നു. ഇങ്ങനെ പല സക്സസ് സ്റ്റോറീസാണ്. ഈ സക്സസ് സ്റ്റോറീസ് എല്ലാം തന്നെ നമ്മുടെ യൂട്യൂബിലും നമ്മുടെ വെബ്സൈറ്റ്സിലും എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാരും അല്ലെങ്കിൽ കുറേ അധികം എക്സാംസ് എഴുതിയിട്ട് ഇതുവരെ വലിയ സക്സസ് കാണാത്തവർക്കും ഇതെല്ലാം ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും ഒരു അടങ്ങിയിരിക്കുന്ന ഒരു ടീമിൻ്റെ ഗുണവും നമ്മളോടൊപ്പം തൻ്റെ പ്രിപ്പറേഷൻസ് വലിയൊരു ഹാർഡ് വർക്കോടെ ഇടാൻ വരുന്ന സ്റ്റുഡൻസിൻ്റെയും കൂട്ടായിട്ടുള്ള ശ്രമമാണ് നിരന്തരമായി നമുക്ക് ഇതുപോലുള്ള വിജയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ ഊഴമാണ് ഇതേപോലുള്ള ചരിത്ര വിജയം നമ്മളോടൊപ്പം ആവർത്തിക്കാൻ. എന്തായാലും ഹനാൻ്റെ സക്സസ് സ്റ്റോറി നമ്മൾ താമസിക്കാതെ തന്നെ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മോർ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.